ഹലോ, വെൽക്കം ബാക്ക് ടു ഹൈ ഗ്രേഡ് ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം പ്ലസ് ടു എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലുള്ള ബജറ്റ് ലൈൻ, അതേപോലെ ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസംഷൻ ബണ്ടിൽ, അതേപോലെ കൺസ്യൂമേഴ്സ് ബജറ്റ് സെറ്റ് എന്നീ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ബജറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ബജറ്റ് സെറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈൻ ഈസ് ദി ലൈൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദി ബണ്ടിൽസ് ദാറ്റ് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദി കൺസ്യൂമേഴ്സ് ഇൻകം. ഒരു കൺസ്യൂമറിന് അദ്ദേഹത്തിൻ്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ ബണ്ടിലുകളെ യോജിപ്പിച്ച് വരക്കുന്ന ലൈനാണ്, അല്ലെങ്കിൽ യോജിപ്പിച്ച് വരക്കുന്ന രേഖക്കാണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നോക്കാം. P1 x1 + P2 x2 = M. അതായത് ഒരു കൺസ്യൂമറിന് അദ്ദേഹത്തിൻ്റെ വരുമാനം ഡിനോട്ട് ചെയ്യുന്ന നമുക്കറിയാം എം ആണ് വരുമാനം. ആ വരുമാനം മുഴുവനായിട്ട് അദ്ദേഹം ഈ രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പൂർണ്ണമായും ചിലവഴിച്ചു, അദ്ദേഹത്തിൻ്റെ വരുമാനം പൂർണ്ണമായും ചിലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ ബണ്ടിൽ യോജിപ്പിച്ച് വരക്കുന്ന രേഖക്കാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ P1 എന്താണെന്ന് നമുക്കറിയാം, അതായത് ഗുഡ് വണ്ണിൻ്റെ പ്രൈസാണ് P1. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. x1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റാണ്. P2 എന്ന് പറഞ്ഞാൽ സാധനം രണ്ടിൻ്റെ വിലയാണ്. x2 എന്ന് പറഞ്ഞാൽ സാധനം രണ്ടിൻ്റെ യൂണിറ്റാണ്. M എന്ന് പറഞ്ഞാൽ വരുമാനം, ഇൻകമാണ്. അപ്പോൾ ഇതാണ് ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. P1 x1 + P2 x2 = M. ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവനും ഗുഡ് വണ്ണ് വാങ്ങാൻ അദ്ദേഹം വിനിയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ സാധനത്തിൻ്റെ M/P1 യൂണിറ്റ് വാങ്ങാൻ കഴിയും. എന്നാൽ അദ്ദേഹം ആ കൺസ്യൂമർ മുഴുവനായിട്ട് സാധനം രണ്ടാണ് വാങ്ങാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ 30 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം ഉള്ളത്, ആ 30 രൂപ കംപ്ലീറ്റ് അദ്ദേഹം സാധനം രണ്ടാമത്തെ ഗുഡ് വാങ്ങാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് M/P2 യൂണിറ്റ് വാങ്ങാൻ കഴിയും എന്നാണ്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് M/P2 എന്താണ്, M/P1 അത് നമുക്ക് ഗ്രാഫിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ബജറ്റ് ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ഗുഡ് വണ്ണും വൈ ആക്സിസിൽ ഗുഡ് ടു ആണ്. ബജറ്റ് ലൈനാണ് ഈ കാണുന്നത്. ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. P1 x1 + P2 x2 = M. ഇത് ഗുഡ് ടു ആണ്. M/P2 ഗുഡ് വണ്ണിൽ M/P1. ഇവിടെ M/P2 എന്നുള്ളത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും M/P1 എന്നുള്ളത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റാണ്. അപ്പോൾ ഇതിൽ ഈ ഗ്രാഫിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ M/P2 ആണ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ M/P1 ആണ്. അപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക ഇത്തരത്തിലുള്ള ബജറ്റ് ലൈന് വരച്ചിട്ട് അതിൽ നിന്നും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, അതേപോലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, ബജറ്റ് ലൈൻ ഇക്വേഷൻ തയ്യാറാക്കുക. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബജറ്റ് ലൈൻ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്, സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. സ്ലോപ്പ് കാണുന്നതിനുള്ള ഇക്വേഷനാണ് -P1 / P2. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബജറ്റ് ലൈനിൽ ഓർമ്മിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. നെക്സ്റ്റ് വണ്ണാണ് ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റിൽ ഉണ്ടാകുന്ന മാറ്റം. പ്രധാനമായിട്ടും രണ്ട് മാറ്റമാണ് ബജറ്റ് സെറ്റിൽ ഉണ്ടാവുക. അതായത് ഫസ്റ്റ് വണ്ണ് ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമറുടെ വരുമാനം മാറുന്നതനുസരിച്ച് ബജറ്റ് സെറ്റിൽ മാറ്റം ഉണ്ടാകും. അത്
ഇൻക്രീസ് ഇൻ ഇൻകം, അതായത് ഈ വരുമാനം വർദ്ധിക്കുമ്പോൾ മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ ഇൻകം, വരുമാനം കുറയുമ്പോൾ മാറ്റം ഉണ്ടാകും. രണ്ടാമതായിട്ട് ബജറ്റ് സെറ്റിൽ ഉണ്ടാകുന്ന മാറ്റം ചേഞ്ച് ഇൻ പ്രൈസാണ്, വിലയിലുണ്ടാകുന്ന മാറ്റമാണ്. അത് ഇൻക്രീസ് ഇൻ പ്രൈസ്, അതായത് വിലയിലുണ്ടാകുന്ന വർധനവ് കൊണ്ട് ബജറ്റ് സെറ്റിൽ മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ പ്രൈസ്, വിലയിലുണ്ടാകുന്ന കുറവ് കൊണ്ടും ബജറ്റ് സെറ്റിൽ മാറ്റം ഉണ്ടാകും. ഇങ്ങനെ പ്രധാനമായിട്ടും രണ്ട് മാറ്റമാണ് ഉണ്ടാവുക. ഒന്ന് കൺസ്യൂമറുടെ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം ബജറ്റ് സെറ്റിൽ മാറ്റം ഉണ്ടാകുന്നു, വിലയിലുണ്ടാകുന്ന മാറ്റം ബജറ്റ് സെറ്റിൽ മാറ്റം ഉണ്ടാകുന്നു. ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റിൽ ഫസ്റ്റ് വൺ ആണ് ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതിൽ നമ്മൾ പറഞ്ഞു ഇൻക്രീസ് ഇൻ ഇൻകം. അതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് കൺസ്യൂമറുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് സെറ്റിലുണ്ടാകുന്ന മാറ്റം, അതിനനുസരിച്ച് ബജറ്റ് ലൈനിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ, നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് സോൾവ് ചെയ്ത് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം, ഇതാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് P1 ഈസ് ഈക്വൽ ടു 2, P2 ഈസ് ഈക്വൽ ടു 4, M ഈസ് ഈക്വൽ ടു 16. ഗുഡ്സ് ഒന്നിൻ്റെ വില P1 2 ആണ്, ഗുഡ്സ് 2ൻ്റെ വില P2 4 ആണ്, M അതായത് ഇൻകം 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ബജറ്റ് ലൈൻ ഇക്വേഷൻ. ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ഈ ബജറ്റ് ലൈനിൻ്റെ ചെരിവ്, സ്ലോപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ബജറ്റ് ലൈൻ വരക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, M ഈസ് ഈക്വൽ ടു 16 ചേഞ്ചസ് ടു M ഡാഷ് ഈസ് ഈക്വൽ ടു 20. അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ വരുമാനം ഇൻകം M ഈസ് ഈക്വൽ ടു 16 ആണ് തന്നിട്ടുള്ളത്. അത് എന്ത് ചെയ്യുന്നു, 16ൽ നിന്ന് 20 വർദ്ധിക്കുന്നു. അതാണല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ. അതായത് ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റിൽ ഫസ്റ്റ് വന്നാണ് ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ, അതായത് കൺസ്യൂമറുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 16ൽ നിന്ന് 20 വർദ്ധിക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു ബജറ്റ് ലൈൻ. അപ്പം ബജറ്റ് ലൈനിന് എന്താണ് സംഭവിക്കുന്നത്? ഡ്രോ ദി ബജറ്റ് ലൈൻ വരക്കാനാണ് പറയുന്നത്. ദെൻ സെവൻത് വൺ, വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. അപ്പോൾ പുതിയ ബജറ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടാവും. അതായത് M 16ൽ നിന്ന് 20 മാറുമ്പോഴുള്ള ബജറ്റ് ലൈൻ നമ്മൾ വരച്ചു. എന്താണ് സംഭവിച്ചതെന്ന് എഴുതി. അതിനുശേഷം വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈനിൻ്റെ ആ പുതുതായി വരച്ചിട്ടുള്ള ആ ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാണ്. ആദ്യം വരച്ചതിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം പിന്നെ പുതുതായിട്ട് വരച്ച ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് സെവൻത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് റൈറ്റ് ഡൗൺ ദി ബജറ്റ് ലൈൻ ഇക്വേഷൻ. നമുക്കറിയാം ബജറ്റ് ലൈൻ ഇക്വേഷനാണ് P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഇതാണ് ബജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള വാല്യൂ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യണം. അപ്പം എന്താ വരിക, ഫസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ P1 എത്രയാണ് നമുക്ക് തന്നെ നോക്കുക. എത്രയാണ് P1 ഈസ് ഈക്വൽ ടു 2. അപ്പം P1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 2x1 പ്ലസ് 2x1 പ്ലസ് നെക്സ്റ്റ് P2 ആണ്. P2 x2 തന്നിട്ടുള്ളത് 4 ആണ്. അപ്പോൾ P2 4 x2 ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. M എന്ന് പറയുന്നത് 16 ആണ്. അപ്പം എമ്മിൻ്റെ വാല്യൂ 16 ഈക്വൽ ടു 16. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. റൈറ്റ് ഡൗൺ ദി ബജറ്റ് ലൈൻ ഇക്വേഷൻ. 2x1 പ്ലസ് 4x2 ഇസ് ഈക്വൽ ടു 16. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 2x1 പ്ലസ് 4x2 ഇസ് ഈക്വൽ ടു 16. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ഫൈൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇതിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? m/p2 ആണ്. m എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ m/p2 m = m എത്രയാണ് വരുന്നത്? 16. അപ്പം 16 ഡിവൈഡഡ് ബൈ p2. എത്ര നമുക്ക് തന്നിട്ടുള്ളത്? 4 = 16 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? ആൻസർ 4 കിട്ടും ആൻസർ. അപ്പോൾ ഇതാണ് 4 ആണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് m/p1. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് m/p1 = m 16 ആണ്. 16 ഡിവൈഡഡ് ബൈ p1. എത്രയാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ? p1 2 അതായത് 16 ഡിവൈഡഡ് ബൈ 2 = 8. അപ്പം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 8, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 4 കിട്ടി, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 8 കിട്ടി. ദെൻ നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ്റെ ചെരിവ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കാണാൻ ഇക്വേഷനാണ് -p1 ഡിവൈഡ് ബൈ p2. അപ്പോൾ നമുക്ക് -p1 ഡിവൈഡ് ബൈ p2 = p1 എത്ര നമുക്ക് തന്നത്? p1 2ഉം p2 4ഉം ആണ്. അപ്പം എത്ര കിട്ടും? -p1 2 ആണ്. 2 ഡിവൈഡഡ് ബൈ p2 4 -2/4 = ആൻസർ -0.5. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ -0.5. അതിൽ 5th ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡ്രോ ദി ബജറ്റ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് x ആക്സിസിൽ good 1, y ആക്സിസിൽ good 2. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി ബജറ്റ് ലൈൻ വരക്കാൻ എളുപ്പമാണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ആണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടിയിട്ടുള്ളത് 8 ആണ്. അപ്പോൾ ഇതിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഇതാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 4 ആണ് കിട്ടിയത്. അപ്പോൾ 4ൽ നിന്ന് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 8 ആണ് കിട്ടിയത്. 4ൽ നിന്ന് 8ലേക്കൊരു ലൈന് വരക്കണം. അതാണ് ഇതിൻ്റെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4ൽ നിന്ന് 8ലേക്കൊരു ലൈന് വരക്കാം. ഇതാണ് ബജറ്റ് ലൈന്. ഡ്രോ ദി ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് 5th ആൻസറാണ് ഇത്. ബജറ്റ് ലൈനാണ് വരച്ചിട്ടുള്ളത്. അതായത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 4ഉം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 8ഉം. 4ൽ നിന്ന് 8ലേക്ക് വരക്കുന്ന ഈ ലൈനാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. 6th ക്വസ്റ്റ്യൻ m = 16 ചേഞ്ചസ് ടു m ഡാഷ്. അതായത് m ഡാഷ് = 20. അതായത് ഈ വരുമാനം m എന്ത് ചെയ്തു? 16ൽ നിന്ന് 20ആയി വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ബജറ്റ് ലൈൻ? എന്താണ് ബജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഡ്രോ ദി ബജറ്റ് ലൈൻ. ആ ബജറ്റ് ലൈൻ വരക്കാനാണ്. പുതിയ ബജറ്റ് ലൈൻ വരക്കുന്നതിൻ്റെ മുമ്പേ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കണം. കാരണം അത് മാറിയിട്ടുണ്ടാവുമല്ലോ. കാരണം എന്തുകൊണ്ടാണ്? ഇൻകം 16ൽ നിന്ന് 20ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് m
16 നിന്ന് 20 എം ഡാഷ് ആയിട്ട് 20 മാറിയിട്ടുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബയറ്റ് ലൈന് വരക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നോക്കുക, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൻ്റെ ഇക്വേഷനാണ് m/p2, അതായത് എം ഡാഷ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ. എം ഡാഷ് എന്ന് പറഞ്ഞാൽ ഇൻകം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ഡിനോട്ട് ചെയ്തത് എം ഡാഷ് എന്ന് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട്. m'/p2. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് m'/p1. അപ്പോൾ ഇവിടെ എം ഡാഷ് എത്രയാണ്? എം ഡാഷ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ഇൻകം, അതായത് വർദ്ധിച്ചിട്ടുള്ള വരുമാനം എത്രയാണ്. ഇവിടെ വർദ്ധിച്ചിട്ടുള്ള വരുമാനം ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം 16 നിന്ന് 20 വർദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എം ഡാഷ് 20 /p2. p2 എത്രയാണ്? നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് p2 4 ആണ്. 20 /4 = 5. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ബയറ്റ് ലൈനിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 5 ആണ്. ദ നെക്സ്റ്റ് വൺ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ചേഞ്ച് ചെയ്തിട്ടുള്ള ബജറ്റ് ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എം ഡാഷ് സെയിം അല്ലേ 20 ആണ്, /p1 2 = 20/2 10. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 5 കിട്ടി, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 10 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബജറ്റ് ലൈന് വരക്കാം, പുതിയ ബജറ്റ് ലൈന് വരക്കാം. അതായത് വരുമാനം കൂടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ബജറ്റ് ലൈൻ നമുക്ക് വരക്കാം. ഇല്ല, അപ്പോൾ നമുക്ക് രണ്ടാമത് മാറിയിട്ടുള്ള, അതായത് 16 നിന്ന് 20 എം വർദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബജറ്റ് ലൈന് വരക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാം, ബജറ്റ് ലൈന് വരക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ വരച്ചാലും പ്രശ്നമില്ല. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കിട്ടിയിട്ടുള്ളത് 5 ആണ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടിയിട്ടുള്ളത് 10 ആണ്. അപ്പോൾ വെർട്ടിക്കലിന് ഹൊറിസോണ്ടലിലേക്കൊരു ലൈന് വരക്കുക. അതായിരിക്കും ചേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള, അതായത് വരുമാനം മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള ബജറ്റ് ലൈനിലുണ്ടായിട്ടുള്ള മാറ്റം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 5ഉം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 10ഉം. അപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ബജറ്റ് ലൈൻ? എന്താണ് സംഭവിച്ചത്? അതായത് ദ ന്യൂ ബജറ്റ് ലൈൻ ഹാസ് ഷിഫ്റ്റഡ് ടു റൈറ്റ്. എന്ത് ചെയ്തു? പുതിയ ബജറ്റ് ലൈൻ എന്നാണല്ലോ നമ്മളിപ്പം വരച്ചത്. പുതിയ ബജറ്റ് ലൈൻ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടേക്ക്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ വരിക, ഫസ്റ്റ് ബജറ്റ് ലൈനിലെ ഇക്വേഷൻ വരിക എന്തായിരിക്കും? 2x1 + 4x2 = 16. രണ്ടാമത് പുതിയ ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ 2x1 + 4x2 = 20. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ? ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്, പുതുതായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് -p1 / p2 = p1 - p1 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. p1 2 ആണ്. 2 / p2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ -2/4 = -0.5. അപ്പോൾ ഫസ്റ്റുള്ള സ്ലോപ്പും രണ്ടാമത് പുതുതായിട്ട് വരച്ചിട്ടുള്ള ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പും സെയിം ആണ്, -0.5 ആണ് വരുന്നത്. ഓക്കെ.